ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് ലഞ്ചിനുണ്ടാക്കിയിരിക്കുന്നത് ഒരു കാർത്തിക പുഴുക്കാണ്. ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് ഞാനൊരു കാർത്തിക പുഴുക്കുണ്ടാക്കി. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഇങ്ങനെ പുഴുക്കും കറിയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അപ്പോൾ കപ്പയും കാച്ചിലും ഏത്തക്കയും കൂടി ഇട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കൂർക്കയും ചേനയും എല്ലാം ഇടും, പക്ഷേ അതൊന്നും കിട്ടിയില്ല. കിട്ടിയത് വെച്ച് ഞാനൊരു ചെറിയ കാർത്തിക പുഴുക്കുണ്ടാക്കിയതാണിത്. നല്ല തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും അരച്ച് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയെടുത്തതാണ്. സാധാരണ ഇതിൻ്റെ കൂടെ മീൻ കോമ്പിനേഷനായിട്ട് എടുക്കാറില്ല കാർത്തിക ദിവസം. എനിക്ക് പക്ഷേ ഇന്ന് നല്ല നെയ്മത്തി കിട്ടിയതുകൊണ്ട് ഞാൻ നെയ്മത്തിയെ മുളകിട്ട് വെച്ചതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചതുകൊണ്ട് എനിക്ക് ഈ രണ്ട് കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് അതും കൂടെ എടുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഈ രണ്ട് കറികളും ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിറയെ തേങ്ങയൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തും കിട്ടി. അങ്ങനെ ഞാനിന്ന് ഇത് എടുത്തിരുന്നു. ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കമ്പിൻ്റെ അറ്റത്ത് കാക്കണം കമ്പെന്ന് പറയുന്ന കമ്പിൽ തുണി ചുറ്റിയിട്ട് പറമ്പിൻ്റെ 4 മൂലയ്ക്ക് ഇങ്ങനെ കുത്തിവെച്ച് സന്ധ്യയാകുമ്പോൾ ഞങ്ങളിങ്ങനെ അത് കത്തിച്ച് വെച്ചിട്ട് അരിയോരെന്ന് പാടുമായിരുന്നു. എന്തിനായിരുന്നു എന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ പാടിയിട്ട് തിരിച്ച് വരുമ്പം ഈ പുഴുക്ക് കിട്ടും എന്നുള്ളൊരു സന്തോഷം മാത്രമായിരുന്നു അങ്ങനെ പാടുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹരി ഓം ഹരി ഓം ഹരി ഓം എന്നായിരുന്നു അത് പറയേണ്ടുന്നിരുന്നത്. അതിന് പകരം ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഹരിയോരെന്ന് പറയുമായിരുന്നു. എല്ലാവർക്കും അതൊരു ആഘോഷമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന കാർത്തിക പുഴുക്കും കാർത്തിക കറികളും ഒക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഓർമ്മ. ആ ഓർമ്മ പുതുക്കലിന് ഞാനിന്നൊരു കാർത്തിക പുഴുക്കുണ്ടാക്കിയാണ്.